ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഐലൈനർ എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എഴുതാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഫസ്റ്റ് ടൈം ഐലൈനർ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും അതുപോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഫുൾ ഐ കവർ ചെയ്യുന്ന രീതിയിലാണ് എങ്ങനെയാണ് ഐലൈനർ പ്രോപ്പറായിട്ട് കൈയൊന്നും ഷെയ്ക്കാവാതെ കണ്ണൊന്നും പെടക്കാത്ത രീതിയിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഐലൈനർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇതാ ലാക്മേയുടെ ഈ ഇൻസ്റ്റാലൈനർ വെച്ചിട്ടാണ്. ഇതാണല്ലോ കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും കണ്ടുവരുന്നത്. അപ്പോൾ ഈ ലൈനർ വെച്ചിട്ടാണ് ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങുമ്പോൾ ഈ ഒരു ബ്രഷിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കാണുന്നുണ്ടോ, ഇത് ഭയങ്കര തടിപ്പിലാണ് ഈ ബ്രഷ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരിക്കലും എടുക്കരുത്. ഇങ്ങനെ എടുത്തതിന് ശേഷം നന്നായിട്ട് ആ എക്സസ് ആയിട്ട് വരുന്ന ആ ലൈനർ മഷി, അതിൻ്റെ ആ ബ്ലാക്ക് മഷി ഉണ്ടല്ലോ, അപ്പോൾ അത് ഈ ബോട്ടിലിൻ്റെ സൈഡിൽ നന്നായിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമ്മുടെ ബ്രഷ് നല്ല ഇങ്ങനെ ഷാർപ്പാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ ഷാർപ്പായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ലൈനർ എഴുതിയാൽ, മീൻസ് ഐലൈനർ എഴുതി കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പരന്നിട്ട് ആകെ മൊത്തം ബോറായി കിട്ടും. അപ്പോൾ ഈ ബ്രഷ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു തടിച്ച ഭാഗം ഉണ്ടല്ലോ, ഈ ബ്രഷിൻ്റെ മുകളിലുള്ള ഭാഗം, അവിടെയും എക്സസ് ആയിട്ട് മഷി ഉണ്ട് എന്നാണെങ്കിൽ അതും കൂടി നമ്മൾ ഈ ബോട്ടിലിൻ്റെ സൈഡിൽ ഇങ്ങനെ വരച്ചിട്ട് കളയണം. കാരണം ഐലാഷസ് ഒക്കെ കുറച്ച് ലെങ്ത് ഉള്ളവരാണെങ്കിൽ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് ആ ഒരു തടിച്ച ഭാഗം ഐലാഷസിന് ടച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് അതിൻ്റെ മഷി ഇങ്ങനെ കട്ടയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മുടെ ഫേസിലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബ്രഷ് ഞാനിങ്ങനെ നല്ല ഷാർപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഫസ്റ്റൊക്കെ ലൈനർ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൈ നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണ് നന്നായിട്ട് ഇങ്ങനെ പെടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ണ് കുറച്ച് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ അടച്ചിട്ട് വെക്കുക. നിങ്ങളുടെ ഒരു കണ്ണ് ഓപ്പൺ ആയിട്ട് ഏത് കണ്ണിലാണോ എഴുതുന്നത് ആ കണ്ണ് മാത്രം ക്ലോസ് ആയി നിൽക്കുന്ന രീതിയിൽ കറക്റ്റ് ഒന്ന് അടയ്ക്കുക. അധികം ഇങ്ങനെ പെടക്കാത്ത രീതിയിൽ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം കൈ ഷെയ്ക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരിക്കലും ഐലൈനർ ഈ രീതിയിൽ ചെയ്യരുത്. നമ്മുടെ കൈക്ക് ഒരു സപ്പോർട്ട് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ എഴുതി തുടങ്ങരുത്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ ഫേസിൽ കൈ സപ്പോർട്ട് കൊടുക്കുക. ഫേസിൽ നമ്മൾ കൈ ഇങ്ങനെ മുട്ടിച്ച് വെച്ചതിന് ശേഷം വേണം, ആ ഒരു ഗ്രിപ്പിൽ വേണം നമ്മൾ ലൈനർ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എന്താ ചെയ്തതെന്നുള്ളത്. ജസ്റ്റ് ആ കോർണറിന് കുറച്ച് ആ ഐലാഷസ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് ഞാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു ഐലാഷസ് എൻഡ് ചെയ്യുന്നവരെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് ആ ഒരു ലൈനിൽ മാത്രമാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ മുകളിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ ഐലാഷസിൻ്റെ സപ്പോർട്ടിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ആ ഒരു ലൈൻ നമുക്ക് എന്തായാലും കറക്റ്റ് കിട്ടുമല്ലോ. ഐലാഷസ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കറക്റ്റ് ആ ലൈനിൽ തന്നെ കിട്ടും. അതിന് ശേഷമാണ് ഞാനിവിടെ നമ്മുടെ ഈ ഐസിൻ്റെ ആ ഒരു മിഡ് പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ രണ്ട് സൈഡിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ നടുഭാഗം നോക്കിയിട്ടാണ് നമ്മൾ കുറച്ചൊരു ഹൈറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. കണ്ടോ, എൻ്റെ എഴുതിയിട്ട് ഇത്ര വരെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കണ്ണ് തുറക്കുക. കണ്ണ് തുറന്നിട്ട് ഇനി ഈ ഒരു കോർണർ പോർഷനാണ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ലൈനർ ഒന്നും കൂടി ഞാൻ ഡിപ്പ് ചെയ്തിട്ട് ബ്രഷ് നല്ല ഷാർപ്പാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ കോർണർ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുമ്പം ബ്രഷ് നന്നായിട്ട് ഷാർപ്പാക്കിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കോർണർ ആ ഒരു കറക്റ്റ് ഷാർപ്പ് എഡ്ജിൽ നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, കൈ ഈ ഒരു പൊസിഷനിൽ വെച്ചത് ഞാൻ എടുത്തിട്ട് നമ്മുടെ ലിപ്പിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഞാൻ വെക്കുന്നത്. എന്നിട്ട് ഡയറക്റ്റാണ് നമ്മുടെ ഫേസിന് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോകുന്ന രീതിയിലാണ് ഞാൻ ലൈനർ പിടിച്ചിട്ടുള്ളത്. അതിനുശേഷം കണ്ണ് ഓപ്പൺ ആക്കിയിട്ട് തന്നെ പിടിക്കുക. എന്നിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ജസ്റ്റ് ഈ ആ ഒരു എൻഡ് കൊണ്ട് ഇങ്ങനെ ഞാൻ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ടച്ച് ചെയ്തപ്പോൾ ആ ഒരു കോർണർ മോൾ ഭാഗം ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ ഞാൻ താഴത്തെ ഭാഗം കൂടി ആ ഒരു വി ഷേപ്പ് ഞാനിവിടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്.
ഉണ്ടോ. അപ്പോൾ എൻ്റെ ഐലൈനർ ഇട്ടിട്ട് ഈ ഒരു ഇത്ര വരെയുള്ള പോർഷൻ മുകൾ ഭാഗത്ത് ഈ ഒരു വിങ്സ് ഞാൻ കൊടുക്കാൻ ഇനി ഉണ്ടത്ര, ബാക്കിയുണ്ടത്ര. ഈ ഒരു ലാഷസ് വരെയുള്ളതും ഈ ഒരു ഇന്നർ കോർണറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഒരു വിങ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ താഴത്തെ ഈ ഒരു വാട്ടർ ലൈൻ ഭാഗത്ത് ഞാൻ ഈ ഒരു കോർണറിൽ, നമ്മുടെ ഔട്ടർ കോർണറിൽ ഞാൻ താഴെ ഭാഗത്തൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുക. എൻ്റെ കയ്യിലിപ്പം മിറർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വിടർത്തി പിടിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ചാക്കി കൊടുക്കുക. അപ്പോൾ താഴെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണിൻ്റെ ഉള്ളിലാകാതെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ഐലാഷസിൻ്റെ ഐലാഷസ് എവിടെ നിന്നാണോ വരുന്നത് അതിന് ടച്ചാക്കിയിട്ട് നമ്മൾ എഴുതുക. ഒരുപാട് വാട്ടർ ലൈനിൻ്റെ കണ്ണിനോട് ഉള്ളിലേക്കുള്ള ഭാഗത്തേക്ക് പോവാതിരിക്കുക. ജസ്റ്റ് ഐലാഷസ് ഉള്ള ആ ഭാഗത്ത് മാത്രം എഴുതി കൊടുക്കുക. അപ്പോൾ ഇതെൻ്റെ ഈ ഒരു ഭാഗം കൂടി കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വിങ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് ഏത് സ്ലോപ്പിലാണ് പോകുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വിങ്സിൻ്റെ ആ ഒരു സ്ലോപ്പും പോകുന്നത്. അപ്പോൾ കണ്ണ് തുറന്ന് വെച്ചിട്ട് തന്നെ എഴുതാൻ വേണ്ടി തുടങ്ങുക. ഈ ഒരു താഴെ കൊടുത്തതിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് നീട്ടി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ നീട്ടി കൊടുത്തിട്ട് ഇനി ഈ ഒരു പോർഷൻ വേണം നമ്മുടെ മോൾ ഭാഗം ഒന്ന് അതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ ബ്രഷ് നല്ല ഷാർപ്പായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ ആ കോർണറിൽ നല്ല ഷാർപ്പ് എഡ്ജായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഞാൻ ഇവിടെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉൾഭാഗം ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോർമലി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ മിക്കവാറും ഈ ഒരു രീതിയിൽ മാത്രമാണ് എഴുതിയിട്ടുണ്ടാവാറ്. ഞാൻ ഈ താഴെ ഭാഗത്ത് ഇവിടെ ഫുള്ളായിട്ട് കണക്ട് ചെയ്തിട്ടല്ല പൊതുവെ എഴുതാറ്. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാൻ വേണ്ടി ഞാനിപ്പോൾ എഴുതുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് നല്ല ഷാർപ്പാക്കിയിട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ അടിഭാഗത്ത് ഈ വാട്ടർ ലൈനിൽ ഞാൻ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇവിടുന്ന് ഈ ഐലാഷസ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ട് പോകേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വാട്ടർ ലൈനിന് എത്രമാത്രം നമ്മൾ താഴേക്ക് ഐലാഷസിനോട് അടുപ്പിച്ചിട്ട് എഴുതുന്നു അത്രമാത്രം നമ്മുടെ കണ്ണ് കുറച്ചും കൂടി നല്ല വലിപ്പം ഫീൽ ചെയ്യും. ഒരുപാട് നമ്മുടെ ആ ഒരു വാട്ടർ ലൈൻ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് കുറച്ചും കൂടി ചെറുതായ ഒരു ഫീൽ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇത് ഐലൈനറാണ്, ലിക്വിഡ് ഫോമിലുള്ള സാധനമാണ്. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലാവുകയാണെങ്കിൽ നന്നായിട്ട് പുകയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഇനി ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ ഈ മസ്കാര ഒന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഐലൈനർ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഈ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ആ എക്സസ് ആയിട്ടുള്ള മഷിയൊക്കെ കളയുക. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഐലാഷസിന് ഒന്നിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ വിങ്സിൻ്റെ അടുത്തേക്കുള്ള ഭാഗത്തേക്ക് കുറച്ച് അധികം ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കണ്ണിന് നല്ലൊരു ലെങ്ത്തും ഫീൽ ചെയ്യും. കണ്ടോ, ഈ കണ്ണും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ആ ഒരു ഐലാഷസ് നല്ല ഇങ്ങനെ നല്ലൊരു ഭംഗിയിലാണ് ഇപ്പം നിൽക്കുന്നത്, നല്ല പൊങ്ങിയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐലൈനർ. ഞാൻ രണ്ട് ഭാഗവും കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ കണ്ണും ഞാൻ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പറഞ്ഞു തന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. ഫസ്റ്റ് എഴുതുന്ന സമയത്ത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, കൈയൊക്കെ ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ആവും. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുവരെ ഐലൈനർ ഇടാത്തവർ, ഇട്ടിട്ട് ഓക്കെ ആവാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.